അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈക പ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമന പ്രവീണാം വാണിം സൽപ്രകര പരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 2-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകം മുതൽ 25 കൂടിയുള്ള 13 ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. കപാലീ ച തഥാ രുദ്ര കർമ്മണൈവ ന സംശയ. അനാദിനിധനം ചൈതൽ കാരണം കർമ്മ വിദ്യത്തെ. തേനേഹ ശാശ്വതം സർവം ജഗൽസ്ഥാവരജംഗമം. നിത്യാനിത്യവിചാരേത്ര നിമഗ്നാ മുനയഃ സദാ. ന ജാനന്തി കിമേതദ്വൈ നിത്യം വാ നിത്യമേവ ച. മായായാം വിദ്യമാനായാം ജഗന്നിത്യം പ്രതീയത്തെ. കാര്യാഭാവ കഥം വാച്യ കാരണേ സതി സർവധാ. മായാ നിത്യ കാരണം ച സർവേഷാം സർവദാ കില. കർമ്മബീജം തതോ നിത്യം ചിന്തനീയം സദാ ബുധൈ. ഭ്രമത്യേവ ജഗൽ സർവം രാജൻ കർമ്മനിയന്ത്രിതം. ജ്ഞാനായോനിഷു രാജേന്ദ്ര ജ്ഞാനാധർമ്മമയേഷു ച. ഇച്ഛയാ ച ഭവേജ്ജന്മ വിഷ്ണോരമിത തേജസ. യുഗേ യുഗേഷ്വനേകാസു നീചയോനിഷു തൽക്കഥം. ത്യക്ത്വാ വൈകുണ്ഠസംവാസം സുഖഭോഗാനനേകശ. വിൺമൂത്രമന്ദിരേ വാസം സംദ്രസ്തക്കോഭിവാഞ്ഛതി. പുഷ്പാവചയലീലാം ച ജലകേളീം
സുഖാസനം ത്യക്ത്വാ ഗർഭഗൃഹേ വാസം കോഭിവാഞ്ഛതി ബുദ്ധിമാൻ തൂലികാം മൃദുസംയുക്താം ദിവ്യാം ശയ്യാം വിനിർമ്മിതാം ത്യക്ത്വാധോമുഖവാസം ച കോഭിവാഞ്ഛതി പണ്ഡിത ഗീതം നൃത്യം ച വാദ്യം ച നാനാഭാവസമന്വിതം മുക്ത്വാ കോ നരകേ വാസം മനസാപി വിചിന്തയേൽ സിന്ധുജോദ്ഭൂതഭാവാനാം രസം ത്യക്ത്വാ സുദുസ്ത്യജം വിൺമൂത്രരസപാനം ച കൈച്ഛേന്മതിമാൻ നര ഗർഭവാസാത് പരോ നാസ്തി നരകോ ഭുവനത്രയേ തദ്ഭീതാശ്ച പ്രകുർവന്തി മുനയോ ദുസ്തരം തപ ഹിത്വാ ഭോഗം ച രാജ്യം ച വനേ യാന്തി മനസ്വിനാ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ ജഗജ്ജനന്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതൽ 25 കൂടിയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാ ഗാനം തർജ്ജമ ഇവിടെ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കർമ്മത്താലേ രുദ്രൻ കപാലിയായി മാറി ഞാൻ നൂനം. കർമ്മമല്ലോ സർവ ഉൽപ്പത്തിക്കും കാരണം. സ്ഥാവര ജംഗമമായ ജഗത്തു നിത്യമായി പ്രതിഭാസിക്കുന്നു. മുനിമാരു ചിന്തിച്ചിടുന്നു. നിത്യാനിത്യം അറിയാനായവർക്കും കഴിയുന്നില്ല. മായയാലേ എന്നും നിത്യം എന്നു തോന്നിയിടും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കാരണമുണ്ടായിരിക്കെ കാര്യമില്ലെന്നു പറയാൻ കഴിയുമോ മായ നിത്യം കാരണവും താൻ. കർമ്മബീജം അനിത്യമെന്നുള്ള സത്യം ഉറക്കേണം. കർമ്മ നിയന്ത്രിതമല്ലോ ജഗത്തിൻ ഭ്രമം. നാനാധർമ്മമുള്ള നാനായോനികളിൽ നാരായണൻ ജനിക്കുന്നതും സ്വേച്ഛയ കരുതിടാമോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കർമ്മം നിയന്ത്രിക്കുന്നില്ലേൽ വൈകുണ്ഠ വാസവും വിട്ട് യുഗം തോറും പലവിധം ജനിച്ചിടുമോ. ഗർഭവാസ കഷ്ടത്തിന് ആരെങ്കിലും മോഹിക്കുമോ. പൂവീറുക്കൾ ജലക്രീഡ സുഖാസനവും ഉപേക്ഷിച്ചു ഗർഭ
ഗർഭവാസ കഷ്ടത്തിനെ മോഹിക്കുമോ സ്വർഗത്തിലെ ഹംസത്തൂവൽ നിർമ്മിത ശയ്യ ഉപേക്ഷിച്ചു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഉപേക്ഷിച്ചു തല കീഴായി കിടക്കുവാൻ മോഹിക്കുമോ നാനാഭാവ നൃത്തഗീത വാദ്യാദികളെ വെടിഞ്ഞിട്ടു നരകത്തിൽ പോകാൻ വിചാരിച്ചിടുമോ ആഴിമങ്ക തന്റെ രസത്തെ ഉപേക്ഷിച്ചിട്ട്. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. മലമൂത്രരസം പാനം ചെയ്യുവാനാഗ്രഹിക്കുമോ ഗർഭവാസം തന്നെ ഭീതിതമാം നരകം. അതിനെ ഭയപ്പെട്ടല്ലോ മുനിമാർത്തവം ചെയ്യുന്നു ഭോഗരാജ്യാദികൾ വിട്ടു വനം പോകുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്രേ ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ ചേരട്ടെ എൻ ജീവിതം. വീഴുന്നു മൂകാംബികേ വീഴുന്നു ജ്ഞാനാംബികേ വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ 324 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ 13 ശ്ലോകം മുതൽ 25 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഇവിടെ കർമ്മത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് വേദവ്യാസൻ ജനമേജയന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആ അറിവിനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, കർമ്മം അവശേഷിക്കുന്നില്ലെങ്കിൽ ഒരു ജന്തുവിനും പിന്നെ ജന്മമില്ല. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭ്രമണം പോലും കർമ്മബന്ധമാണ് എന്ന് അവിടെ പറഞ്ഞു വെച്ചു. കപാലി ച തഥാ രുദ്ര കർമ്മണൈവ ന സംശയ. രുദ്രൻ കപാലിയായി മാറിയത് എന്താ കാരണം? അതും കർമ്മം കൊണ്ട് തന്നെയാണ്, ഒരു സംശയവുമില്ല.
അനാദിനിധനം ചെയ്തൽ കാരണം കർമ്മവിദ്യത. അത്യന്തരഹിതമായ അനാദിനിധനമായിരിക്കുന്ന ഈ കർമ്മമാണ് എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണമായത് എന്ന് മനസ്സിലാക്കൂ. തേനേഹ ശാശ്വതം സർവം ജഗൽസ്ഥാവര ജംഗമം നിത്യാനിത്യ വിചാരേത്ര നിമഗ്ന മുനയസ്സദ. അതുകൊണ്ട് സ്ഥാവരജംഗമമായ ഈ സകല ജഗത്തും നിത്യമാണ് എന്ന വിധത്തിൽ അത് പ്രതിഭാസിക്കുന്നു. സത്യത്തിൽ നിത്യമല്ല. മുനിമാരോ അവര് ഇത് നിത്യമാണോ അനിത്യമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിത്യാനിത്യ വിചാരേത്ര നിമഗ്ന മുനയ സദാ, അവര് അതിങ്ങനെ ആലോചിച്ച് ആ ചിന്തയിൽ മുഴുകി കഴിയുന്നു. ന ജാനന്തി കിമേതദ്വൈ നിത്യം വാ നിത്യമേവച. എന്നിട്ടും ഇങ്ങനെ അവരിങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇത് നിത്യമാണോ അനിത്യമാണോ എന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. കാരണം എന്താ? മായായാം വിദ്യമാനായാം ജഗന്നിത്യം പ്രതീയതേ. മായ കൊണ്ട്, മായ നിലനിൽക്കുന്നിടത്തോളം ഇത് നിത്യമാണ് എന്ന പ്രതീതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന. പിന്നെയോ കാര്യാഭാവ കഥം വാച്യ കാരണേ സതി സർവധാ. കാരണമുണ്ടായിരിക്കെ കാര്യമില്ല എന്നെങ്ങനെയാ പറയാൻ സാധിക്കുക? മായാ നിത്യ കാരണം ച സർവേഷാം സർവദാക്കില. അപ്പോ ജനമേജയ രാജാവേ, മായ നിത്യവും എല്ലാവിധത്തിലും എല്ലാത്തിനും കാരണവുമാണ് എന്ന് മനസ്സിലാക്കൂ. കർമ്മബീജം തതോ നിത്യം ചിന്തനീയം സദാ ബുധൈ ഭ്രമത്യേവ ജഗൽ സർവം. രാജൻ കർമ്മനിയന്ത്രിതം. അതുകൊണ്ട് കർമ്മമാകുന്ന ബീജം അനിത്യമാണെന്ന് ബുദ്ധിയുള്ള ആളുകൾ വിചാരിക്കണം. കർമ്മബീജം തതോ അനിത്യം ചിന്തനീയം സദാ ബുധൈ. കർമ്മനിയന്ത്രിതമായിട്ടാണ് ഈ ജഗത്തിൻ്റെ ഭ്രമം എന്ന് മനസ്സിലാക്കുക. എപ്പോഴാണോ എല്ലാവരുടെയും പ്രാരബ്ധം നശിക്കുന്നത്, അപ്പോ കാരണഭൂതമായിരിക്കുന്ന മായയുണ്ടെങ്കിലും കർമ്മമില്ലാത്തത് കൊണ്ട് അവിടെ ജനനം ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് കർമ്മമാണ് ജന്മത്തിന് കാരണം. അങ്ങനെ നാനായോനിഷു രാജേന്ദ്ര നാനാധർമ്മമയേഷു ച ഇച്ഛയാച ഭവേജന്മ വിഷ്ണോരമിത തേജസ. അപ്പൊ അങ്ങനെ പല ധർമ്മങ്ങളോടുകൂടിയ പല യോനികളിൽ അമിത തേജസ്സായ വിഷ്ണു പോലും സ്വേച്ഛാപ്രകാരമാണോ ചെന്ന് ജനിക്കുന്നത്? യുഗേ യുഗേഷു അനേകാസു. അപ്പൊ അങ്ങനെയാണോ വിഷ്ണു തൻ്റെ ഇച്ഛ കൊണ്ടാവോ ഇങ്ങനെ ജനിക്കണത് എന്നാണെങ്കിൽ, കർമ്മം നിയന്ത്രിക്കുന്നില്ലെങ്കിൽ വൈകുണ്ഠവാസം പലതരത്തിലുള്ള സുഖഭോഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് എന്തിനാണ് അദ്ദേഹം യുഗേ യുഗേ എല്ലാ യുഗത്തിലും അദ്ദേഹം പല പല നീചയോനികളിൽ ചെന്ന് വീഴുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന് സുഖകരമായ ജീവിതത്തിന് സുഖഭോഗങ്ങളും അതേപോലെ തന്നെ വൈകുണ്ഠവാസവും അതൊക്കെ സാധിക്കുമെന്നിരിക്കെ വിൺമൂത്രമന്ദിരേ വാസം, വിൺമൂത്രമന്ദിരം മലമൂത്രമായ ഗർഭത്തിൽ സന്ത്രസ്ത കോഭിവാഞ്ചതി, അവിടെ കിടക്കാൻ ആരാണ് ആഗ്രഹിക്കുക എന്നാണ്. പുഷ്പാവചയലീലാം ച ജലകേളിം സുഖാസനം. പുഷ്പാവചയലീല എന്ന് വെച്ചാൽ ആ പൂവിറുക്കുക, ജലക്രീഡ ചെയ്യുക, സുഖമായിട്ടുള്ള ഇരിപ്പിടം. ത്യക്വാ ഗർഭഗൃഹേ വാസം, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഗർഭഗൃഹത്തിൽ പോയി അല്ലെങ്കിൽ ആ അമ്മയുടെ വയറിനകത്ത് ഉദരത്തിൽ ചെന്നിട്ട് താമസിക്കാൻ കോഭിവാഞ്ചതി ബുദ്ധിമാൻ. ബുദ്ധിയുള്ള ആരെങ്കിലും അതിന് ശ്രമിക്കുമോ എന്നാണ്. സ്വർഗത്തിലെ തൂലികാം മൃദു സംയുക്താം ദിവ്യാം ശയ്യാം വിനിർമ്മിതാം. സ്വർഗത്തിലെ ഹംസത്തൂവൽ കൊണ്ട് തൂലികാം മൃദു സംയുക്താം, അങ്ങനെ ആ ഹംസത്തിന്റെ തൂവൽ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ മെത്ത ത്യക്ത്വ അതിനുപേക്ഷിച്ചിട്ട് അധോമുഖവാസം ച കോഭിവാഞ്ചതി പണ്ഡിത. തലകീഴായി കിടക്കാൻ അറിവുള്ള ആരെങ്കിലും മോഹിക്കുക എന്നാണ്. എന്താ തലകീഴായി കിടക്കുക? അമ്മയുടെ ഗർഭപാത്രത്തിൽ തല കീഴ്പ്പെട്ടായിട്ടാണ് കുഞ്ഞിന്റെ കിടപ്പ്. പലതരത്തിലുള്ള ഗീതം നൃത്യം ച വാദ്യം ച, ഗീതം നൃത്യം ച വാദ്യം ച എന്ന് പറഞ്ഞാൽ തൗരത്രികം. ഇത് മൂന്നും ചേരുന്നതാണ് തൗരത്രികം. അപ്പോ അങ്ങനെ നാനാഭാവ സമന്വിതം, അങ്ങനെ പല ഭാവങ്ങളോടുകൂടിയ നൃത്തവും ഗീതവും വാദ്യവും ഒക്കെ മുക്കുതുവ
വെടിഞ്ഞിട്ട് നരകേ വാസം മനസാഭിവിചിന്തയിൽ ആരെങ്കിലും മനസ്സുകൊണ്ടെങ്കിൽ പോലും നരകത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കൂ. സിന്ധുജോദ്ഭൂതഭാവാനം രസന്ത്യക്വാ സുദുസ്ത്യജം. ആഴിമങ്കയുടെ, സിന്ധുജയുടെ, സാക്ഷാൽ ശ്രീലക്ഷ്മിയുടെ ആ അഴിമങ്കയുടെ ഉപേക്ഷിക്കാൻ പ്രയാസമുള്ള വശ്യമായ ഭാവരസങ്ങളെ ഉപേക്ഷിച്ചിട്ട്, സിന്ധുജോദ്ഭൂതഭാവാനം രസം ത്യക്വാ സുദുസ്ത്യജം, ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള ആ ഭാവങ്ങളെ ഉപേക്ഷിച്ചിട്ട്, വിൺമൂത്ര രസപാനം ചാക്കൈച്ഛേതി മാന്നര, മലമൂത്ര രസം പാനം ചെയ്യാൻ ബുദ്ധിയുള്ള ആരെങ്കിലും താല്പര്യപ്പെടുവോ? ഗർഭവാസാൽ പരോ നാസ്തി നരകോ ഭുവനത്രയെ. ഈ ലോകത്തിൽ ഗർഭവാസം പോലെയുള്ള വേറൊരു നരകം ഈ ലോകത്തിലില്ല. അപ്പൊ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് നോക്കൂ, എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹം നീച്ച യോനികളിൽ വന്ന് പിറക്കുകയാണ്. പൂവിറുക്കലും ജലക്രീഡയും സുഖമായിട്ടുള്ള ഇരിപ്പിടവും ഒക്കെ ഉപേക്ഷിച്ച് ആർക്കും ഇരിക്കാൻ താല്പര്യമില്ലാത്ത ഗർഭവാസം അദ്ദേഹം അനുഷ്ഠിച്ചു. തലകീഴായി കിടക്കുകയാണ് പിന്നെ, അല്ലേ? അതേപോലെ തന്നെ ഇവിടെ പറയുകയാണ്, നൃത്തം, ഗീതം, വാദ്യം ഇതൊക്കെ വെടിഞ്ഞ് നരകത്തിൽ പോയി കിടക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? മനസ്സിൽ പോലും ആഗ്രഹിക്കില്ല. സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയെ, ആ ഭഗവതിയുടെ ഉപേക്ഷിക്കാൻ വളരെ പ്രയാസമുള്ള ഭാവരസങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ മലമൂത്രരസം പാനം ചെയ്യാൻ ആരെങ്കിലും പോവുമോ? അപ്പൊ അതുകൊണ്ട് നരക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായ നരകമാണ് ഗർഭവാസം എന്നുള്ളത്. തന്നെയുമല്ല, തദ്ഭീതാശ്ച പ്രകുർവന്തി മുനയോ ദുസ്തരം തപ ഹിത്വാ ഭോഗം ച രാജ്യം ച വനേയാന്തി മനസ്വിന. അപ്പൊ അതിനെ ഭയപ്പെട്ടിട്ടാണ് മുനിമാരെന്ത് ചെയ്യണു? അതികഠിനമായിട്ടുള്ള തപസ് ചെയ്യണം. മലമൂത്ര രസം പാനം ചെയ്യുന്ന ജന്മങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടി മുനിമാര് ഭഗവതിയെ തപസ് ചെയ്യണു. ഭോഗവും രാജ്യവും ഒക്കെ ഉപേക്ഷിച്ച് മനസ്വികൾ അതിനുവേണ്ടി വനത്തിലേക്ക് പോണു എന്നും അവിടെ പറഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ 25-ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്നത്തെ ഈ അക്ഷരപൂജ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.